രക്ഷിതാക്കളൊക്കെ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ കേരള സിലബസിൻ്റെ എല്ലാ ക്ലാസ്സിൻ്റെയും പ്രോബ്ലംസ് ചെയ്തിട്ടിരുന്നു. അതുപോലെ CBSEയുടേത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 7ാം ക്ലാസ്സിൻ്റെതാണ് ചെയ്യുന്നത്. 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻറ്റിജേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻറ്റിജേഴ്സിനകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്താണ് ഇൻറ്റിജർ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഇൻറ്റിജർ എന്താണെന്ന് അറിയാനുള്ള മാർഗം, നമ്മൾ ആദ്യം നമ്പേഴ്സ് എല്ലാം അറിയണം വേണ്ടേ. ഇത് 1 2 3 4 എക്സെട്ര എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ്, 0 1 2 3 4 എക്സെട്ര ഓൾ നമ്പേഴ്സ്, 2 4 6 8 10 എക്സെട്ര ഈവൻ നമ്പേഴ്സ്, 1 3 5 7 എക്സെട്ര ആർ ഓഡ് നമ്പേഴ്സ്. ദെൻ വാട്ട് അബൌട്ട് ഇൻറ്റിജേഴ്സ്? ഇൻറ്റിജേഴ്സ് ആർ നാച്ചുറൽ നമ്പേഴ്സ് പ്ലസ് ഹോൾ നമ്പർ പ്ലസ് നെഗറ്റീവ് നമ്പേഴ്സ്. ഇത്രയും കൂടുന്ന നമ്പേഴ്സാണ് എന്ത് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോഷർ അണ്ടർ അഡീഷൻ എന്ന് വെച്ചാൽ ഒരു ഇൻറ്റിജർ നമ്മൾ ആഡ് ചെയ്യുന്നു. ഒരു 5 എന്നൊരു ഇൻറ്റിജറും ഒരു 7 എന്ന ഇൻറ്റിജറും ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറും എന്ത് തന്നെയായിരിക്കും? അത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. ഇപ്പോൾ ഒരു -3 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ആഡ് ചെയ്ത -3 ഒരു ഇൻറ്റിജറാണ്, 2 ഒരു ഇൻറ്റിജറാണ്, ആഡ് ചെയ്ത് കിട്ടിയ -1 ഈസ് ഓൾസോ ആൻ ഇൻറ്റിജർ എന്ന് പറയുന്നതാണ് ക്ലോഷർ അണ്ടർ അഡീഷൻ. ക്ലോഷർ അണ്ടർ അഡീഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ക്ലോഷർ അണ്ടർ സബ്ട്രാക്ഷനും കറക്റ്റാണ് കേട്ടോ. 2 വോൾ നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്താലും വോൾ നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്. അടുത്തത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. എന്താണ് കമ്മ്യൂട്ടേറ്റീവ്? നമ്മൾ 2 നമ്പേഴ്സ് ഇൻ എനി ഓർഡർ നമ്മൾ ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും സെയിം ആയിരിക്കും ആൻസർ. 5 + 8 എന്ന് പറഞ്ഞാൽ 13 ആണെങ്കിൽ 8 + 5 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 13 ആയിരിക്കും. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെറ്റാണെന്ന് പറയേണ്ടി വരും. കാരണം 5 എല്ലാ കേസിലും ഇപ്പം എന്താണ് +5 -3 ഞാൻ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ഈസ് 2 ആണ്. -3 + 2 -3 + 5 എന്ന് പറഞ്ഞാലും ആൻസർ 2 തന്നെയാണ്. പക്ഷേ ചില അവസരങ്ങളിൽ അത് മാറാൻ സാധ്യതയുണ്ട്. അതായത് അഡീഷനിൽ ഓക്കെയാണ്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സബ്ട്രാക്ഷനിൽ തിരിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പം സബ്ട്രാക്ഷൻ ടീച്ചർ നടത്തുമ്പോൾ -3 -5 എന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. അത് തന്നെയാണോ -5 -3? ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. -3 -5 എന്ന് പറയുമ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? -3 + 5 ആൻസർ ഈസ് 2 വരും. ഇവിടെയോ -5 + 3 ആൻസർ ഈസ് -2. ഇവിടെ എന്താണ് കമ്മ്യൂട്ടേറ്റീവ്? എന്താണെന്ന് പറയാം, സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഓഫ് ഇൻറ്റിജേഴ്സ് അല്ലേ. സബ്ട്രാക്ഷനിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷേ അഡീഷനിൽ കറക്റ്റ് ആവും. അഡീഷനിൽ ഇത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണ് എങ്കിലും എന്താണ് സബ്ട്രാക്ഷനിൽ ഇത് കറക്റ്റ് അല്ല. ഓക്കെ, അഡീഷനിൽ മാത്രമേ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളൂ. അടുത്ത അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. 3 നമ്പേഴ്സ് A + B + C അത് എനി ഓർഡറിൽ നമ്മൾ ആഡ് ചെയ്താലും അത് സെയിം തന്നെയായിരിക്കും. അപ്പം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അണ്ടർ അഡീഷൻ ആണ് എന്തിൽ? ഇൻറ്റിജേഴ്സിൽ. അത് കറക്റ്റാണ് കേട്ടോ. ഉദാഹരണത്തിന് 2 + 3 + 5 എന്ന് പറഞ്ഞാൽ 2 + 5 3 + 5 8 ആണ്. 2 + 8 10, ആൻസർ 10 കിട്ടും. ഇവിടെയോ 2 + 3 + 5 ചെയ്യുന്നു. സോ 2 + 3 ഈസ് 5, 5 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അഡീഷനിൽ അത് കറക്റ്റാണ്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. അതായത് ഏത് നമ്പറിനോട് കൂടി 0 ആഡ് ചെയ്താലും ആ നമ്പർ തന്നെ കിട്ടുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 0 + -53, സോ ആൻസർ ഈസ് -53. ഏത് നമ്പർ കൊണ്ടാണോ ആഡ് ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെ കിട്ടുന്ന ആ ആഡ് ചെയ്ത ആ സംഖ്യനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഇനി നമ്മൾ എക്സസൈസ് 1.1 ചാപ്റ്ററിലെ എക്സസൈസ് 1.1 എല്ലാ ചോദ്യങ്ങളും ചെയ്ത് നോക്കാം. റൈറ്റ് ആൻഡ് ദ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ഹൂസ് സം ഈസ് -7. സമ്മ് -7 കിട്ടുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് -7 എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻസ് ഈസ് -10 എഴുതണം. സം ഈസ് 0 വരുന്ന ഒരു പെയർ എഴുതണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചെയ്ത് നോക്കാം.
ആദ്യം നമുക്ക് -7 ആൻസർ കിട്ടണം. അപ്പോൾ എന്താണ് മൈനസ് കിട്ടണമെങ്കിൽ രണ്ട് സമ്മ് ചെയ്യുമ്പോഴാണ്, രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് എടുക്കുമ്പോൾ നമുക്ക് -7 കിട്ടണം. അപ്പോൾ മൈനസ് വരണമെങ്കിൽ വലിയ നമ്പറിന് മൈനസ് ചിഹ്നം കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരാൾക്ക് -10ഉം ഒരാൾക്ക് 3യും കൊടുക്കുക. -10 + 3 കൊടുത്താൽ കറക്റ്റ് ആവും, ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, -11 + 4 കൊടുത്താലും എന്ത് കിട്ടും, -7 കിട്ടും. അങ്ങനെയുള്ള വലിയ നമ്പറിന് നെഗറ്റീവ് കൊടുത്തുകൊണ്ട് ഡിഫറൻസ് 7 എടുക്കുന്ന ഏത് നമ്പർ എടുത്താലും നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഡിഫറൻസ് ഈസ് 10, രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം, -10 കിട്ടണം. അപ്പോൾ രണ്ട് നമ്പേഴ്സ് മൈനസ് വരുന്ന എപ്പോഴേക്ക് ആഡ് ചെയ്യുമ്പോൾ രണ്ട് മൈനസ് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് വരും. അപ്പോൾ ഏതൊക്കെ സംഖ്യ എടുക്കാം, -5ഉം -5ഉം നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, -6ഉം -4ഉം എടുക്കാം. ഇതെല്ലാം എന്താണ്, ആൻസർ ഈസ് -10. ഓക്കെ. ഇനി സമ്മ് 0 വരുന്ന എപ്പോഴാണ്, ഒരേ നമ്പർ പ്ലസും മൈനസും വരുന്ന കേസിലെല്ലാം നമുക്ക് സമ്മ് 0 വരാം. -3 + 3 വരാം, അല്ലെങ്കിൽ -10 + 10 വരാം. ഇതൊക്കെ ആൻസർ എന്താണ്, 0 വരാം. ഓക്കെ.